നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നാളെ 2025 ജൂലൈ 15 മിഥുനം 31 ചൊവ്വാഴ്ച പുലർച്ചെ 6:25:55 വരെ ചതയം നക്ഷത്രമാണ്. ശേഷം പൂരുരുട്ടാതി നക്ഷത്രം. നാളത്തെ ദിവസം ഭാഗ്യം അനുകൂലമായി വരുന്ന 8 നക്ഷത്രക്കാരുണ്ട്. അവർ അറിഞ്ഞിരിക്കേണ്ടതായ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ പാലിക്കേണ്ടതായ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ നാളെ ഭാഗ്യം അനുകൂലമായി വരുന്ന വളരെയധികം നേട്ടങ്ങൾ ജീവിതത്തിൽ വരുന്ന വളരെയധികം ഭാവിക്ക് കൂടി ഉതകുന്ന പല മാറ്റങ്ങളും ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന 8 നക്ഷത്രക്കാർ ആരൊക്കെയെന്ന് നോക്കാം. നാളത്തെ ദിവസം ഭാഗ്യം അനുകൂലമായി വരുന്ന 8 നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം മകയിരമാണ്. മകയിരം നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം നിങ്ങൾ ദേവീക്ഷേത്ര ദർശനം നടത്താൻ മറക്കാതിരിക്കുക. നാളെ ചൊവ്വാഴ്ചയാണ്. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ നാളെ ശുഭകരമായ ധാരാളം കാര്യങ്ങൾ വന്നു ചേരുന്ന ഒരു ദിവസമാണ്. അപ്പോൾ നാളത്തെ ദിവസം നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള ധാരാളം വകകൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കാണെങ്കിലും വളരെയധികം നേട്ടം, ഒരു മാറ്റം, ഒരു സന്തോഷത്തിൻ്റെയൊക്കെ വഴി നാളെ തെളിയുന്നതാണ്. പ്രതീക്ഷിച്ചതിനപ്പുറം നേട്ടങ്ങൾ, സന്തോഷങ്ങളൊക്കെ നാളത്തെ ദിവസം നിങ്ങളിലേക്ക് എത്തിച്ചേരും. അപ്പോൾ ദേവീക്ഷേത്ര ദർശനം പറഞ്ഞ കാര്യം മറക്കാതിരിക്കുക. കൂടാതെ ചില സാമ്പത്തികമായ ഒരു മാറ്റം കൂടി നാളത്തെ ദിവസം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഒന്നുമില്ലാതിരുന്ന, ഇപ്പോഴും ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കയ്യിൽ ധനമൊന്നുമില്ല എന്ന് വിഷമിച്ചിരിക്കുന്ന മകയിരം നക്ഷത്രക്കാരായ ആളുകൾക്കും നാളെ ചെറിയ ധനവരവിനുള്ള, അതായത് ചിലപ്പോൾ ലോട്ടറി മൂലമാകാം, അല്ലെങ്കിൽ കിട്ടാതിരുന്ന ചില ധനങ്ങൾ കിട്ടുന്നതാകാം. എങ്ങനെയായാലും നാളത്തെ ദിവസം അല്പം ധനവരവിനുള്ള ഭാഗ്യം കൂടി കാണുന്നുണ്ട്. അടുത്ത നക്ഷത്രമായി വരുന്നത് തിരുവാതിരയാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് കർമ്മമേഖലയിൽ, അതായത് നിങ്ങളുടെ ഉദ്യോഗവുമായി ബന്ധപ്പെട്ട് പ്രൊമോഷനുള്ള സാധ്യത കാണുന്നുണ്ട്. സ്ഥാനക്കയറ്റത്തിനുള്ള സാധ്യത കാണുന്നുണ്ട്. സ്ഥാനക്കയറ്റം വരുമ്പോൾ സ്വാഭാവികമായും നമുക്ക് ശമ്പള വർധനവുണ്ടാകും. അപ്പോൾ അതിനുള്ള ഒരു മാറ്റം, ഒരു സന്തോഷമൊക്കെ നാളത്തെ ദിവസം നിങ്ങൾക്ക് വന്നു ചേരുന്നുണ്ട്. കൂടാതെ വിവാഹ പ്രായമെത്തി വിവാഹ ആലോചനകളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഉത്തമ വിവാഹ യോഗത്തിനുള്ള ഒരു ദിനം കൂടിയാണ്. അതായത് തീരുമാനങ്ങളാകപ്പെടാൻ, അതായത് നാളത്തെ ദിവസം നിങ്ങൾക്ക് ഉത്തമനായ ഒരു ഇണയെ കണ്ടെത്താനുള്ള ഭാഗ്യം കൂടി തിരുവാതിര നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നതാണ്. കൂടാതെ നാളത്തെ ദിവസം തിരുവാതിര നക്ഷത്രക്കാർക്ക് ദൈവാധീനം ധാരാളമായി ഉള്ളതിനാൽ തന്നെ ദൈവിക കാര്യങ്ങളിലേക്ക് താല്പര്യമുണ്ടാകുന്നതാണ്. ക്ഷേത്ര ദർശനങ്ങൾ ചെയ്യാനായി മനസ്സിലേക്ക് തോന്നലുകളൊക്കെ വന്നു ചേരുന്നതാണ്. കൂടാതെ ചില ആളുകളുമായി ഇടക്കാലത്ത് ചില വിരോധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ചിലപ്പോൾ പണവുമായി ബന്ധപ്പെട്ടതാകാം, അല്ലെങ്കിൽ മറ്റു പല സ്നേഹബന്ധങ്ങളുമായി ബന്ധപ്പെട്ടതുമാകാം. അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വിരോധം എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു അവസ്ഥ മാറുന്നതായിരിക്കും. അതായത് നാളെ ആ ഒരു അവസ്ഥയെ പരിഹരിച്ച് രമ്യതയിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയും ആ ഒരു വ്യക്തി ചിലപ്പോൾ ശത്രുവായിട്ട് നിൽക്കുന്നുണ്ടാകും പല രീതിയിൽ. ആ ശത്രുതയൊക്കെ മാറി വീണ്ടും നിങ്ങൾക്ക് പഴയതുപോലെ സ്നേഹത്തിലാകാനും നാളത്തെ ദിവസം സാധ്യമാകുന്നതാണ്. അടുത്ത നക്ഷത്രം പുണർദമാണ്. പുണർദം നക്ഷത്രക്കാരായ ആളുകൾക്ക് സന്തോഷിക്കാനുള്ള ധാരാളം കാര്യങ്ങൾ നാളത്തെ ദിവസം, അല്ലെങ്കിൽ അഭിമാനിക്കാനുള്ള ധാരാളം കാര്യങ്ങൾ നിങ്ങൾക്ക് നാളത്തെ ദിവസം ഉണ്ടാകുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഒരു പുരോഗതി, മാറ്റം, വിദ്യ കൊണ്ട് നേട്ടം, അതായത് നാളത്തെ ദിവസം നിങ്ങൾ എന്തെങ്കിലും എക്സാമൊക്കെ എഴുതുന്നുണ്ടെങ്കിൽ അതിനും വളരെ നല്ല ഒരു ഫലം, റിസൾട്ട് കിട്ടുന്ന ദിവസമായിരിക്കും. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ നേട്ടത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഒക്കെ ഒരു ദിനമാണ് നാളെ. കൂടാതെ ദാമ്പത്യപരമായി ദമ്പതികൾക്കിടയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. അത് ഏത് ജീവിതത്തിലാണ് അങ്ങനെ പ്രശ്നങ്ങളില്ലാതെ. അപ്പോൾ ഇവിടെ പുണർന്ന നക്ഷത്രക്കാരായ ആളുകൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ നിലനിന്നിട്ടുണ്ടെങ്കിൽ, ദമ്പതികൾക്കിടയിലെ കാര്യമാണ് പറയുന്നത്, അങ്ങനെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് രമ്യതയിലാക്കാൻ സാധിക്കും. അപ്പോൾ നാളത്തെ ദിവസം കോടതി വഴക്ക്, എന്തെങ്കിലും ഹിയറിംഗ് ഒക്കെ ഉള്ള ഒരു ദിവസമാണെങ്കിലും ആ പ്രശ്നങ്ങളെയൊക്കെ മാറ്റി രമ്യതയിലായി ഒരു പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കൂടി സാധിക്കുന്നതാണ്. അടുത്ത നക്ഷത്രം മകമാണ്. മകം നക്ഷത്രക്കാർക്കും ധനപരമായ നേട്ടത്തിൻ്റെ ദിവസമായിരിക്കും നാളെ. പുതിയ ചില കാര്യങ്ങളൊക്കെ, ചില വസ്തുക്കളൊക്കെ വീട്ടിലോട്ട് വാങ്ങാനുള്ളൊരു ഭാഗ്യവും നാളത്തെ ദിവസം ഉണ്ടാകും. ചിലപ്പോൾ അടുക്കളയിൽ വേണ്ടുന്ന ചില വസ്തുക്കളാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ സ്വർണ്ണാഭരണങ്ങളാകാം, ചിലപ്പോൾ വസ്ത്രങ്ങളാകാം. അപ്പോൾ അങ്ങനെ ഏതായാലും നിങ്ങളുടെ ഗൃഹത്തിലേക്ക് പുതിയ ചില കാര്യങ്ങളൊക്കെ വാങ്ങാനുള്ള ഒരു ഭാഗ്യം, അല്ലെങ്കിൽ വാങ്ങിക്കേണ്ട ഒരു ദിനം തന്നെയാണ്. അങ്ങനെ ചില കാര്യങ്ങളൊക്കെ വാങ്ങാനുള്ള യോഗം നാളത്തെ ദിവസം ഉണ്ടാകുന്നുണ്ട്. സ്ഥാനമാനങ്ങൾ, സ്ഥാനക്കയറ്റം, സന്തോഷം, ആത്മവിശ്വാസമൊക്കെ വർദ്ധിക്കുന്നതാണ്. ചില അംഗീകാരങ്ങളൊക്കെ തേടിയെത്തുന്ന ദിവസം കൂടിയായിരിക്കും നാളെ. ഇവിടെ വ്യാപാരികൾക്ക് അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് വളരെയധികം നേട്ടത്തിൻ്റെ, ഒരു മാറ്റത്തിൻ്റെ, നാളത്തെ ദിവസം നല്ല രീതിയിൽ നിങ്ങൾക്ക് 100 മേനി കൊയ്യാൻ സാധിക്കും നിങ്ങളുടെ ബിസിനസ് കൊണ്ട്. അത്രത്തോളം നല്ല ഒരു ഭാഗ്യ സമയമാണ്. അടുത്ത നക്ഷത്രം അനിഴമാണ്.
ശത്രുതാഭാവത്തോടു കൂടി, ശത്രുതാ മനോഭാവത്തോടു കൂടി ഒളിഞ്ഞും തെളിഞ്ഞും നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്ന ചില ശത്രുക്കൾ എന്ന് തന്നെ അവരെ വിശേഷിപ്പിക്കുക. അവരെ അടുപ്പം കൂടാനൊക്കെ വരാനുള്ള സാധ്യത നാളെയുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അവരെ അടുപ്പിക്കണോ എന്നതൊന്ന് മനസ്സിലാക്കി ചിന്തിക്കുക. എന്നിട്ട് വേണം നിങ്ങളുടെ തീരുമാനം എടുക്കുവാനായിട്ട്. ചില മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാനുള്ള ഭാഗ്യം നാളത്തെ ദിവസം ഉണ്ടാകുന്നുണ്ട്. മറ്റുള്ള ആളുകൾക്ക് അസൂയ തോന്നുന്ന വിധത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ളൊരു സാധ്യതയും നാളത്തെ ദിവസം ഉണ്ടാകുന്നു. അപ്പോൾ ഒരു സാമ്പത്തിക മാറ്റമാകാം, അല്ലെങ്കിൽ വീട്ടിലേക്ക് ഒരു പുതുവാഹനം വരാനുള്ള ഭാഗ്യമാകാം. അങ്ങനെ പലവിധ ഭാഗ്യങ്ങൾ മറ്റൊരു വ്യക്തി കാണുമ്പോൾ ഇവൻ ഇതൊക്കെ ആയോ, അല്ലെങ്കിൽ ഇവൾക്ക് ഇതൊക്കെ ആയോ എന്ന് ഒരു അസൂയ നോട്ടത്തോടു കൂടി നോക്കുന്ന തരത്തിലേക്കുള്ളൊരു മാറ്റം നാളെ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. കൂടാതെ ഈ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൊക്കെ ഉള്ള ആളുകൾക്കും വളരെയധികം നേട്ടങ്ങൾ, ആ ഒരു അഭിമാനമൊക്കെ വർദ്ധിക്കുന്ന ദിവസം കൂടിയായിരിക്കും നാളെ. അടുത്ത നക്ഷത്രം മൂലമാണ്. മൂലം നക്ഷത്രക്കാർക്ക് വസ്തുവകകളുമായി ബന്ധപ്പെട്ട് കൈമാറ്റങ്ങൾക്കുള്ള ഒരു ദിവസമാകുന്നുണ്ട്. കൂടാതെ വാഹന ഭാഗ്യം, അപ്പോൾ വാഹനം ഇല്ലാത്തവരാണെങ്കിൽ പോലും നാളത്തെ ദിവസം അതിനുള്ള ചില തീരുമാനങ്ങളൊക്കെ എടുക്കാനും, അല്ലെങ്കിൽ മൂലം നക്ഷത്രക്കാരായ ആളുകളുടെ ഗൃഹത്തിലേക്ക് നാളെ ഒരു പുതിയ വാഹനം എത്തിച്ചേരാനും ഒക്കെ ഉള്ളൊരു ഭാഗ്യമൊക്കെ കാണുന്നുണ്ട്. യാത്രകൾ കൊണ്ട് ഗുണമുണ്ടാകുന്നതാണ്. നിങ്ങൾ ഇതുവരെ ചെയ്ത പല പ്രവൃത്തികൾ കൊണ്ടും മറ്റുള്ളവരുടെ ആദരവ് പിടിച്ചു പറ്റാൻ നാളത്തെ ദിവസം നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉള്ളവരാണ് ഏവരും, എല്ലാ മനുഷ്യരും അങ്ങനെ. നിങ്ങളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ എല്ലാവരെക്കാൾ കൂടുതൽ ആഗ്രഹങ്ങൾ ഉള്ളവരാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ ആഗ്രഹങ്ങൾ ചിലതൊക്കെ നിറവേറുന്ന ദിവസമായിരിക്കും നാളെ. ധനപരമായും വളരെയധികം നേട്ടത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും ഒരു ദിനം കൂടിയാണ് നാളെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്. അടുത്ത നക്ഷത്രമായി വരുന്നത് തിരുവോണമാണ്. തിരുവോണം നക്ഷത്രക്കാർ വസിക്കുന്ന കുടുംബത്തിന് നാളെ വളരെയധികം ഭാഗ്യമുണ്ടാകുന്ന സമയമാണ്. ഉദ്ദിഷ്ടകാര്യ ലാഭം, ഉദ്ദിഷ്ടകാര്യ ലബ്ധിയൊക്കെ കാണുന്നുണ്ട്. ഉദ്ദിഷ്ടകാര്യ ലബ്ധി എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുന്നതാണ്. ധനപ്രാപ്തിക്കുള്ള സമയമാണ്, ധനം തേടിയെത്തുന്നതാണ്. കൂടാതെ നാളത്തെ ദിവസം വളരെയധികം ദൈവാധീനമുള്ളതിനാൽ തന്നെ ഏത് പ്രവൃത്തിയിൽ നിങ്ങൾ നാളത്തെ ദിവസം ഏർപ്പെടുന്നു ആ പ്രവൃത്തിയിൽ വിജയമുണ്ടാകും. നാളത്തെ ദിവസം ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു, അതേപോലെ എക്സാം എഴുതുന്നുണ്ടോ, അല്ലെങ്കിൽ ഏത് പ്രധാന കാര്യങ്ങൾക്ക് നാളത്തെ ദിവസം വിദേശത്തേക്ക് പോകാൻ കാത്തിരിക്കുന്നവരുണ്ടാകും, വിദേശത്ത് നാട്ടിലേക്ക് വരാൻ കാത്തിരിക്കുന്ന നക്ഷത്രക്കാരുണ്ടാകും തിരുവോണം. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കെല്ലാം നിങ്ങൾക്ക് വളരെയധികം മേന്മയും നേട്ടവും യാത്രാഗുണവും ഒക്കെ ഉണ്ടാകുന്ന ഒരു ഭാഗ്യം കൂടിയാണ്. ആദരവുകൾ ഉണ്ടാകുന്നതാണ്. ശത്രുക്കൾ ഒത്തുതീർപ്പിനെത്തുന്ന ഒരു ദിവസം കൂടിയാണ്. ചില ശത്രുതാ മനോഭാവത്തോടു കൂടി ഒളിഞ്ഞും തെളിഞ്ഞും നിങ്ങളെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരുന്ന ആ വ്യക്തി തന്നെ സ്വയമേവ നിങ്ങളിലേക്ക് ശത്രുതാ മനോഭാവത്തെ മാറ്റി നിർത്തി വരുന്ന ഒരു ദിവസം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ആ വ്യക്തിക്ക് സ്നേഹാദരവുകൾ നൽകി സ്വീകരിക്കണോ എന്നത് നിങ്ങൾ തീരുമാനിക്കുക. അടുത്ത നക്ഷത്രം ചതയമാണ്. ചതയം നക്ഷത്രക്കാർക്കും സമാധാനം, സന്തോഷം, ദാമ്പത്യ സുഖം ഒക്കെ വന്നു കയറുന്ന ദിവസമാണ്. ഒരുപാട് നാളായി മനസ്സിലിട്ട് ഇങ്ങനെ നമ്മൾ പറയാറുണ്ട്, നടക്കണമെന്ന് ആഗ്രഹിക്കുന്നു, നടക്കുന്നില്ല എന്ന്. അങ്ങനെയുള്ള ഒരു കാര്യം പൂവണിയുന്ന ദിവസമാണ്. പല രീതിയിൽ ധനം വന്ന് കയ്യിലേക്ക് എത്തുന്നതാണ്. ശാരീരികവും മാനസികവുമായി വളരെയധികം സുഖാനുഭവങ്ങൾ അനുഭവിക്കാനുള്ള യോഗം, അതും അപ്രതീക്ഷിതമായ ചില ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന ദിവസമാണ്. അനുകൂലമായ ചില കാര്യങ്ങൾ സംഭവിക്കും. അപ്പോൾ കേസ്, വഴക്ക്, പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉള്ളവരാണെങ്കിലും അനുകൂല വിധിക്ക് നാളത്തെ ദിവസം നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അനുകൂലമായൊരു വിധി വന്നു ചേരാനുള്ള സാധ്യതയും സാധ്യതയല്ല, അതിനുള്ള ഭാഗ്യമുണ്ട്. കാരണം ദൈവാധീനം ധാരാളമായി ഈ 8 നക്ഷത്രക്കാരിൽ നാളത്തെ ദിവസം ഉള്ളതിനാൽ തന്നെ നിങ്ങൾ ഏർപ്പെടുന്ന എല്ലാ പ്രവൃത്തികളിലും വിജയം നിങ്ങൾക്ക് സുനിശ്ചിതമായിരിക്കും.